നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. കലാശക്കൊട്ടും അവസാനിക്കുന്നു. ഇനി നിശബ്ദ പ്രചരണം മാത്രം. നിലമ്പൂർ ജനതയുടെ പല പ്രശ്നങ്ങളും സംസാരിക്കപ്പെടുമ്പോൾ കാലങ്ങളായി സമരമുഖത്ത് നിൽക്കുന്ന ഒരു 60 കുടുംബങ്ങളെ എല്ലാവരും മറക്കുന്നു. ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഈ 60 കുടുംബങ്ങൾക്ക് നീതി നേടി നൽകിയാൽ എന്തുണ്ട് ഗുണം എന്ന് ചിന്തിച്ചിട്ടാണോ എന്തോ സർക്കാരോ പ്രതിപക്ഷമോ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ് ഇപ്പോഴും ആ സമരം തുടരുന്നു എന്നതിൻ്റെ കാരണമായി നാം മനസ്സിലാക്കേണ്ടത്. പരിഷ്കൃത സമൂഹത്തിൽ തഴയപ്പെടുന്ന വിഭാഗമായ ആദിവാസി ജനതയുടെ തീരാത്ത ദുരിതവും അവരുടെ സമരങ്ങളോടുള്ള അവഗണനയും അടിച്ചമർത്തലും ഭൂതകാല സംഭവങ്ങൾ മാത്രമല്ല. മരിച്ചാൽ ശവമടക്കാൻ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി ഇന്നും ആദിവാസികൾ നമുക്കിടയിൽ സമരത്തിലാണ്. ആ സമരം നടക്കുന്നതാകട്ടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂർ മണ്ഡലം ഉൾപ്പെടുന്ന മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ. ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് മലപ്പുറം കളക്ട്രേറ്റിന് മുന്നിൽ പോയാൽ മരിച്ചാൽ പോലും മണ്ണിൽ അലിഞ്ഞു ചേരാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്തവരുടെ സമരം കാണാം. വാക്കുപാലിക്കേണ്ടത് ജനാധിപത്യ മര്യാദയാണെന്ന് സർക്കാരിനെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിലമ്പൂരിലെ ആദിവാസി ജനത. വർഷങ്ങൾ നീണ്ട പലതരത്തിലുള്ള സമരങ്ങളുടെ, വാക്കിൽ മാത്രം ഒതുങ്ങിയ വാഗ്ദാനങ്ങളുടെ, തീരാത്ത അവഗണനയുടെ, വംശീയമായ അവഗണനകളുടെ എല്ലാം അനുഭവങ്ങൾ ഈ സമരത്തിനിരിക്കുന്ന 60 കുടുംബങ്ങൾക്കും പറയാനുണ്ട്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത, പുറമ്പോക്കുകളിൽ താൽക്കാലികമായി കെട്ടിയുയർത്തിയ ഷെഡുകളിൽ കഴിയുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും. വെള്ളത്തിന് പോലും കിലോമീറ്ററുകൾ താണ്ടി പോകേണ്ട അവസ്ഥ. സമരമിരുന്നെങ്കിലും ചവിട്ടി നിൽക്കാൻ ഭൂമി സ്വന്തമാക്കുകയല്ലാതെ ഞങ്ങൾക്ക് മുൻപിൽ മറ്റെന്താണൊരു വഴിയെന്ന് സമരപ്പന്തലിൽ ഇരുന്ന് അവർ ചോദിക്കുന്നുണ്ട്. ജീവിക്കുവാൻ വേണ്ടിയുള്ള ഇവരുടെ മുറവിളി ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ ചെവിയിലെത്തുന്നില്ലേ? ആദിവാസികളുടെ നഷ്ടപ്പെട്ടതും അന്യാധീനപ്പെട്ടതുമായ കൃഷിഭൂമി തിരിച്ചു നൽകണമെന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ മറ്റു പലയിടങ്ങളിലെയും പോലെ നിലമ്പൂരിലെയും ആദിവാസി ജനത സമരത്തിനിറങ്ങുന്നത്. 2009 സുപ്രീം കോടതിയുടെ വിധി വന്നെങ്കിലും 2018 നിലമ്പൂരിലെ സമരം ആരംഭിക്കുന്നത്. കാടിനകത്തായിരുന്നു ഈ സമരത്തിന്റെ തുടക്കം. സർക്കാർ ഭൂമി നൽകാമെന്ന് അന്ന് ഉറപ്പു നൽകി. ഇടതുപക്ഷ സർക്കാരിന്റെ വാക്കിൽ വിശ്വസിച്ച് സമരക്കാർ മടങ്ങി. പക്ഷേ രണ്ടാം തവണ അധികാരത്തിലേറിയിട്ടും നിലമ്പൂരിലെ ആദിവാസി ജനത സർക്കാരിന്റെ ഓർമ്മയിൽ എത്തിയിട്ടേയില്ല. കാത്തിരുന്നാൽ മാത്രം എല്ലാം ശരിയാകില്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ അവർ സമരത്തിനിറങ്ങി. 2023 മെയ് 10 നിലമ്പൂർ ITDPക്ക് മുൻപിൽ ഭൂസമരം ആരംഭിച്ചു. നിരാഹാരം എന്ന മാർഗം കൂടി ഇത്തവണ സമരത്തിൽ ആദിവാസി ജനതയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നു. സമര നേതാക്കളിൽ ഒരാളായ ബിന്ദു വൈലാശ്ശേരിയുടെ നിരാഹാര സമരം പക്ഷേ നേതാക്കളുടെ കണ്ണിൽപ്പെടാൻ ആഴ്ചകളോ മാസങ്ങളോ അല്ല, 1 വർഷത്തോളം സമയമെടുത്തു. 314 ദിവസം നീണ്ടുനിന്ന നിരാഹാര സമരത്തിനൊടുവിൽ ബിന്ദുവിന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് കളക്ടർ സമരക്കാരോട് ചർച്ചയ്ക്ക് എത്തിയത്. 2024 മാർച്ച് 18 ഇത്. ഈ ചർച്ചയിൽ ഓരോ കുടുംബത്തിനും 50 സെന്റ് ഭൂമി വീതം 2024 ഡിസംബർ 31 മുൻപായി നൽകണമെന്ന് തീരുമാനമുണ്ടായി. ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും പോയി. രേഖാമൂലമുള്ള ഉറപ്പ് ലഭിച്ചതോടെ വൈകാതെ തന്നെ സ്വന്തമായി ഭൂമി ഉണ്ടാകുമെന്ന് ആ സമരത്തിനിരുന്ന ഓരോരുത്തരും വിശ്വസിച്ചു. തങ്ങൾ നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ വരും തലമുറയ്ക്ക് സഹിക്കേണ്ടി വരില്ലെന്ന് അവർ ആശ്വസിച്ചു, പ്രതീക്ഷിച്ചു. പക്ഷേ 2024 അവസാനിച്ചിട്ടും 2025 പിറന്നിട്ടും ഒന്നും ഉണ്ടായില്ല. മെയ് മാസത്തിൽ അവർ വീണ്ടും കളക്ടറെ കാണാനായി ചെന്നു. പക്ഷേ 2 മാസം കൂടി സമയം കൂട്ടി വേണമെന്ന് മാത്രമായിരുന്നു മറുപടി. ഇതിനിടെ സമരമിരുന്ന 60 കുടുംബങ്ങളിൽ ചിലർ ഭൂമിക്ക് അർഹരല്ലെന്നും പലരുടെയും രേഖകൾ പൂർണ്ണമല്ലെന്ന വാദങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അന്ന് ഭൂമി നൽകുമെന്ന് പറഞ്ഞതിന് ശേഷം എന്തെല്ലാം രേഖകൾ ഹാജരാക്കണമെന്നതിനെക്കുറിച്ച് തങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലെന്നാണ് സമരക്കാർ പറയുന്നത്. കളക്ടറുമായുള്ള പരാജയപ്പെട്ട ചർച്ചയ്ക്ക് ശേഷം നിരാശരായാണ് നിലമ്പൂരിലെ ആദിവാസി ജനത മടങ്ങിയത്. ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയോളമെത്തിയ നിരാഹാര സമരത്തിനുമപ്പുറം എന്താണ് തങ്ങളിനി ചെയ്യേണ്ടത് എന്ന് അവർ ആലോചിച്ചു. പക്ഷേ അവകാശങ്ങൾക്കായി പോരാടുകയല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ലെന്ന് വീണ്ടും അവർക്ക് തിരിച്ചറിയേണ്ടി വന്നു. അങ്ങനെ വീണ്ടും സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിലെ ആദിവാസി സമൂഹം. ഇത്തവണ മലപ്പുറം കളക്ട്രേറ്റിന് മുൻപിലാണ് സമരം. തങ്ങൾക്ക് അവകാശപ്പെട്ട സർക്കാർ നൽകുമെന്ന് വാക്ക് നൽകിയ ഭൂമി ലഭിക്കും വരെ സമരം തുടരുമെന്ന് ഇവർ പറയുന്നു. കേരള ജനതയുടെയും എല്ലാ പ്രബല പാർട്ടികളുടെയും ശ്രദ്ധ ഇപ്പോൾ നിലമ്പൂരിലാണ്. അതുകൊണ്ട് തന്നെ കാലങ്ങളായി സമരമുഖത്ത് ക്ഷീണിച്ച
പ്രതീക്ഷ വരേണ്ട മുഖങ്ങളുമായിരിക്കുന്ന ആ 60 കുടുംബങ്ങൾക്ക് വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകിയത്. എല്ലാവരുടെയും ശ്രദ്ധ ഇനി തങ്ങളിലേക്കും വരുമെന്ന പ്രതീക്ഷ. പക്ഷേ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇനി വോട്ടിടിയിലും പെട്ടിപ്പൊട്ടിക്കലും മാത്രം. അതുകൂടി കഴിയുമ്പോൾ നിലമ്പൂരും അവിടുത്തെ മലയും കാടും കുളിർക്കാറ്റും പിന്നെ ഈ മനുഷ്യന്മാരും അവരുടെ 60 കുടുംബങ്ങളും മാത്രം മിച്ചമാകാതിരിക്കട്ടെ.